അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെല്ലാം വിശേഷങ്ങളൊക്കെ സുഖാണെന്ന് വിചാരിക്കുന്നു. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബർസഖിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ബർസഖിനെ കുറിച്ചും പിന്നീട് അതിൽ നിന്ന് മനുഷ്യർ വീണ്ടും പുനരുജ്ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പുനരുജ്ജീവിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക? ഇസ്ലാം പറയുന്നത് എല്ലാ മനുഷ്യരും ആദം നബി മുതൽ ലോകാവസാനം സംഭവിക്കുന്നതിൻ്റെ നാൾ വരെയും ജനിച്ച എല്ലാ മനുഷ്യരും പലയിടത്തു നിന്നായി ഒരൊറ്റ മൈതാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഒരിടത്തേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അതിനെയാണ് മഹ്ഷർ എന്ന് പറയുന്നത്. മഹ്ഷർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം എന്നാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. അപ്പോൾ എവിടെയാണ് ഈ മഹ്ഷർ എന്നതിനെക്കുറിച്ച് ഖുർആനിലുള്ള സൂചനകൾ വെച്ച് പറയുന്നത് അത് ഇവിടെ തന്നെ എന്നാണ്, നമ്മുടെ ഭൂമിയിൽ തന്നെ എന്നാണ്. ഇത് അള്ളാഹു എന്ത് ചെയ്യും? ഈ ഭൂമിയെ മുഴുവൻ തകർക്കുമല്ലോ അല്ലേ? ഭൂമിയെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഇതിനൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് വേറൊരു രീതിയിൽ ഈ ഭൂമി ഉണ്ടാക്കുന്നതാണ്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു. ഖുർആൻ പറയുന്നുണ്ട്, ഭൂമിയെ വേറൊരു ഭൂമിയാക്കിയിട്ട് അള്ളാഹു മാറ്റും, ആകാശത്തെയും. അപ്പോൾ ആകാശവും ഭൂമിയൊക്കെ വേറെ ആയിത്തീരുന്നതാണ്. അത് എങ്ങനെ ആയിത്തീരാം? അതിനെക്കുറിച്ചുള്ള സൂചനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നബഇൽ പറയുന്നുണ്ട്. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ. ആകാശം ഇപ്പം നമുക്ക് ആകാശത്തെ കാണുമ്പോൾ അതൊരൊറ്റ മേൽക്കൂരയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, ഒരു റൂഫുമായിട്ടില്ലേ. എന്നാൽ അത് കുറേ വാതിലുകളായിത്തീരുന്നതാണ്. കുറേ ഡോറുകൾ, ആകാശത്തിന് കുറേ ഡോറുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ആകാശം പോലെ ആവില്ല അന്നത്തെ ആകാശം. ആ ഡോർ എന്തിനാ? അതിലൂടെ മലായിക്കത്തുകൾ എങ്ങനെ ഇറങ്ങി വരുമെന്നാണ്. അതുപോലെ തന്നെ ഭൂമി എന്താകും? വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ മല, കുറേ കുന്ന്, കുറേ ഉയർന്ന പ്രദേശങ്ങൾ ഇതൊക്കെ കാണുമല്ലോ അല്ലേ? അതൊക്കെ ഒഴിവാക്കപ്പെടും, അതൊക്കെ നീക്കപ്പെടും. പർവ്വതങ്ങളൊന്നും ഉണ്ടാവില്ല, കുന്നുകളൊന്നും ഉണ്ടാവില്ല, ഉയർന്ന പ്രദേശങ്ങളൊന്നും ഉണ്ടാവില്ല, മരങ്ങളും ചെടികളൊന്നും ഉണ്ടാവില്ല. ഒറ്റ നിരപ്പായ സ്ഥലമാവും. സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക എന്നാണ്. എന്താ മരീചിക എന്ന് പറഞ്ഞാൽ? മിറാഷ് അല്ലേ? മരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വെയിലുള്ള സമയത്ത് ദൂരേക്ക് നോക്കുമ്പോൾ വെള്ളമുള്ളതുപോലെ തോന്നില്ലേ? സൂര്യപ്രകാശം കൊണ്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിട്ട് വെള്ളമാണെന്ന് വിചാരിക്കും. മരുഭൂമിക്കൊന്നും പോണ്ട. നമ്മളിങ്ങനെ ഹൈവേയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നേരെയുള്ള ഹൈവേ ആണെങ്കിൽ കുറേ മുന്നിൽ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ അങ്ങനെ തോന്നും. പക്ഷെ അത് വെള്ളമല്ല. അപ്പോൾ അതിനാണ് മരീചിക എന്ന് പറയുക. അപ്പോൾ മരീചിക പോലെ തോന്നുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മരീചിക പോലെ തോന്നണമെങ്കിൽ ഒഴിഞ്ഞ സ്ഥലം വേണം. അപ്പോൾ ഭൂമി മൊത്തം ഒഴിഞ്ഞ സ്ഥലമായിട്ട് മാറും. കുന്നുകളും മലകളും ഒന്നുമില്ലാതെ നിരപ്പ്. അവിടെയാണ് എല്ലാ മനുഷ്യരും, ആദം നബി മുതൽ എല്ലാ മനുഷ്യരും അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടും. അതത്ര സുഖമുള്ളൊരു അനുഭവമല്ല. അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ഭയങ്കര ചൂടുള്ള ഒരു അവസ്ഥയായിരിക്കും എന്നാണ്. സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ട് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും മഹ്ഷറിൽ ഉണ്ടാവുക. അപ്പോൾ ആ മഹ്ഷറിൽ വിചാരണ കാത്തു നിൽക്കുകയാണ്. അതിങ്ങനെ കുറേ കാലം നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ഭൂമിയിൽ എവിടെയാണ് എന്നതിൽ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൊക്കെ സൂചന നൽകിയത് ഫലസ്തീനൊക്കെ ഉള്ള ആ ഭാഗത്തായിരിക്കും എന്നാണ്. മഹ്ഷർ ഒരുക്കപ്പെടുക ഫലസ്തീൻ, ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് പറയുന്നിടത്ത് അർളുൽ മഹ്ഷർ എന്ന് പറയുന്നുണ്ട്. ഇത് അവിടെയാണ് മഹ്ഷർ ഒരുക്കപ്പെടുക എന്നാണ്. അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടുക എന്നാണ്. അങ്ങനെ തെറ്റ് ചെയ്ത, പാപങ്ങൾ ചെയ്ത, കുറ്റങ്ങൾ ചെയ്ത ആളുകളൊക്കെ ഈ വെയിൽ കൊണ്ട്, ചൂട് കൊണ്ട് ഇങ്ങനെ വിയർത്തൊലിക്കുമെന്നാണ്. അവരാകെ പ്രയാസപ്പെടുന്നുണ്ടാകും. ഈ വിചാരണ ഒന്ന് തുടങ്ങിയെങ്കിൽ എന്നൊക്കെ അവർ വിചാരിക്കും. അവരുടെ വിചാരം ഈ സമയമേ ചൂടുണ്ടാവുള്ളൂ എന്നാണ്. വിചാരണ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രയാസമാണ് അവരെ കാത്തിക്കുന്നത്. പക്ഷെ എന്നാലും ഇതിൽ നിന്നാണ് കഴിച്ചിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചുള്ള കുറേ റസൂൽ പല രീതിയിലും പറയുന്നുണ്ട്. തെറ്റുകളൊക്കെ ചെയ്ത, പാപങ്ങളൊക്കെ ചെയ്ത ആളുകൾ, എന്തെങ്കിലും കളവൊക്കെ നടത്തിയ ആളുകൾ ആ കട്ട സാധനമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നതാണ്. കളവ് നടത്തിയ സാധനമായിട്ടൊക്കെ എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അത്രയും ആളുകളുടെ മുന്നിൽ നമ്മളൊക്കെ എക്സ്പോസ് ആയി പോകുന്ന ഒരവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ്. എന്നാൽ എല്ലാവർക്കും ഈ ദുരിതാവുമോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെക്കുറിച്ച് പറയുന്നുണ്ട്, ചിലർക്ക് മഹ്ശറയിൽ ഇങ്ങനെ തണൽ കിട്ടുന്നതാണ്. നല്ല തണൽ, അള്ളാൻ്റെ അർഷിൻ്റെ തണൽ എന്നാണ് പറയാം. ആ അർഷിൻ്റെ തണലിൽ നല്ല തണുപ്പായിരിക്കും. ആ തണൽ ആർക്കാ കിട്ടുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ല.
പടച്ചോൻ്റെ അർഷിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും. ഇമാമുൻ ആദിൽ, അതിലൊന്നാമത് പറയുന്നത് നീതിമാനായ ഭരണാധികാരി എന്നാണ്, നീതിയുള്ള ആൾ. അതുപോലെ തന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, ആരും അറിയാതെ സ്വതക്ക ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാനെ ആലോചിച്ച് കരഞ്ഞ ആളുകൾ, ഇങ്ങനെ ഈ അള്ളാൻ്റെ മാർഗത്തിൽ ജീവിച്ച യുവാക്കൾ, നിങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. അതായത് നമ്മളുടെ കൗമാരകാലം, യുവത്വകാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതിങ്ങനെ അടിപൊളിയുടെ കാലമാണല്ലോ അല്ലേ. തെറ്റിലേക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ള അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് പോകുന്ന സമയം. ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെ ഇത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, അതൊക്കെ കേൾക്കുക, അതിലുള്ള നന്മകളൊക്കെ ഉൾക്കൊള്ളുക, ഖുർആനൊക്കെ പഠിക്കുന്ന, അതുപോലെ തന്നെ ആളുകളോടൊക്കെ നല്ലപോലെ പെരുമാറുന്ന, നിസ്കാരമൊക്കെ ഉള്ള, അങ്ങനെ നമ്മളുടെ കൗമാരകാലത്തും യുവത്വത്തിൻ്റെ കാലത്തൊക്കെ അള്ളാൻ്റെ മാർഗത്തിൽ ജീവിച്ച ആളുകൾക്കും അള്ളാഹു എന്ത് ചെയ്യും, നാളെ ആ മഹ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ തണൽ നൽകും. അവർ ആ തണുപ്പത്ത് ഇങ്ങനെ നല്ല സന്തോഷത്തോടെ നിൽക്കും. അവരുടെ മുഖത്തൊക്കെ സന്തോഷം ഉണ്ടാവും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ വിചാരണ തുടങ്ങും. എന്താ വിചാരണ? ഹിസാബ് എന്ന് പറയും. ഹിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഓരോരുത്തരും അള്ളാഹിൻ്റെ മുമ്പേക്ക് ഇങ്ങനെ വരണ്ടേ. കുല്ലുഹും ആ തീഹി യൗമൽ ഖിയാമത്തി ഫർദാം, ഒറ്റക്കേ കാരും അള്ളാഹിൻ്റെ മുമ്പേക്ക് ഓരോരുത്തരും ഒറ്റക്ക് ഇങ്ങനെ ചെല്ലണം. അള്ളാഹ് ചോദിക്കും, നിനക്ക് ഇത്ര കാലം ആയുസ് നൽകിയില്ലേ, നിനക്ക് ഇത്ര സമ്പത്ത് നൽകിയില്ലേ, നിനക്ക് ഇത്ര അറിവ് നൽകിയില്ലേ, നിനക്ക് ഇന്ന ഇന്ന കഴിവുകൾ നൽകിയില്ലേ, നീ എന്ത് നന്മ ചെയ്തത്, നീ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തു, മനുഷ്യന്മാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നന്മ ചെയ്തു ഒക്കെ ചോദിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ ചിലർക്ക് മറുപടി ഉണ്ടാവില്ല. ഒരിങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ ജീവിച്ചിട്ടുണ്ടാവും, പക്ഷെ നന്മ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നന്മ ചെയ്യാത്ത ആളുകൾക്ക് നരകം കാണിച്ചു കൊടുക്കും. ഇതാ നരകം, ഇതാ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അങ്ങനെ വിചാരണ, അങ്ങനെ പലരും പല രൂപത്തിലൊക്കെ വിചാരണ ചെയ്യപ്പെടും. പല കാഴ്ചകളും പറയുന്നുണ്ട്. അങ്ങനെ വിചാരണ ഒക്കെ കഴിയും. നല്ല ആളുകൾക്ക് വിചാരണ ഒന്നും ഉണ്ടാവില്ല. നല്ല ആളുകൾ അങ്ങനെ പടച്ചോൻ വിളിച്ചിട്ട്, ഇതാ നിങ്ങൾ കുറേ നിങ്ങൾ ചെയ്ത നന്മകളൊക്കെ ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരിക ചെയ്യുക. ഓരോട് ചോദ്യമൊന്നും ചോദിക്കൂല, നിങ്ങളെന്തിനാ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് ചോദിക്കൂല. അവർക്കിങ്ങനെ ഇതാ നിങ്ങൾ ചെയ്ത നന്മകൾ ഇവിടെ ഉണ്ട് എന്ന് പറയും. അങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരുടെ ഒരു പുസ്തകം കൊടുക്കും. അവിടെ ഒരു പുസ്തകമുണ്ട്, നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയൊരു പുസ്തകമായിരിക്കും. ചില ആളുകൾക്കത് ഇടത് കൈയിലാണ് കിട്ടുക, ഇടത് കൈയിലും അതുപോലെ തന്നെ അവരുടെ പിറകിലൂടെ ഒക്കെ കിട്ടും. ഖുർആൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കിട്ടുന്ന ആളുകൾ അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവർക്കാകെ പേടിയാകും. കാരണം അതിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ആരും അറിയാതെ ചെയ്ത കുറേ കാര്യങ്ങൾ, കുറേ തെറ്റുകൾ, അതൊക്കെ അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. പടച്ചോൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ആകെ പേടിച്ച് കരയാൻ തുടങ്ങും അവർ. കാരണം എന്താ, അവരുടെ ജീവിതത്തിൽ ഈ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടാൻ പോവുകയാണല്ലോ. അവർ പേടിക്കും. എന്നാൽ മറ്റു ചില ആളുകളുണ്ടാവും, അവരുടെ വലത് കൈയിലാണ് കൊടുക്കുക. അതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അവരിങ്ങനെ വായിച്ചു വെക്കുകയാണ്, ഒരു ചെയ്ത എല്ലാ നന്മയും പടച്ചോൻ സ്വീകരിക്കുകയാണ്. ഈ ലോകത്ത് ചിലപ്പോൾ നന്മ ചെയ്തപ്പോൾ ഒക്കെ ചിലപ്പോൾ പലരും കളിയാക്കിയിട്ടുണ്ടാവും, എന്താ എൻ്റെ കഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അതൊക്കെ സുബറോടുകൂടി മുന്നോട്ട് പോയ ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ അവരുടെ ആ പുസ്തകത്തിൽ ഇങ്ങനെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അവരെന്ത് ചെയ്യും? ഹാ ഉമുക്കറ ഉ കിതാബി യങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറ എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാകും. അവരുടെ അടുത്തേക്ക് ആ പുസ്തകമായിട്ട് ഓടിച്ചെല്ലും. ഇതാ കണ്ടു നോക്കൂ, വായിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവരിങ്ങനെ തുള്ളിച്ചാടുന്നുണ്ടാകും. അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും അവിടെ. നമ്മൾ ആ കൂട്ടത്തിലുണ്ടാവണം. അങ്ങനെ നമ്മളുടെ കർമ്മങ്ങളൊക്കെ തൂക്കി നോക്കും. മീസാൻ അറിയില്ല, നമ്മൾ തുലാസ് ഉണ്ടല്ലോ, നമ്മൾ തൂക്കി നോക്കുമല്ലോ. അപ്പോൾ ഫമൻ സക്കുലത്ത് മവാസീനുഹു ഫഹുവ ഫി ഈശത്തിർ റാദിയ വമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ എന്നൊക്കെ പറയുന്നത് ഈ മീസാനെ കുറിച്ചാണ്. അതായത് ആ മീസാനിൽ നന്മകളുടെ തട്ട് കനം കൂടിയിട്ടുണ്ടെങ്കിൽ, കനമുള്ളതാണെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അതല്ല തിന്മയുടെ തട്ടാണ് കൂടുതൽ എങ്കിൽ അവർക്ക് കാത്തിരിക്കുന്നത് നരകമായിരിക്കും എന്നാണ്. മീസാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം നരകത്തിലേക്കാക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ അവർക്ക് നല്ല തെളിനീര് കുടിക്കാൻ കൊടുക്കും. കൗസർ എന്ന പേരായ ഒരു പ്രത്യേക നദിയുണ്ട്, സ്വർഗത്തിലുള്ള ഒരു നദിയാണ്. ആ നദിയിലെ വെള്ളം അത് നല്ല തണുപ്പുള്ള നല്ല വെള്ളമായിരിക്കും എന്നാണ്. അതിങ്ങനെ ഈ സ്വർഗം കിട്ടാൻ പോകുന്ന ആളുകൾക്ക്, ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് അതിൻ്റെ
വെള്ളമൊക്കെ കൊടുക്കും. റസൂലിനെയൊക്കെ കാണാൻ പറ്റും അവിടുന്ന്. ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വിചാരണയുടെ ഒരു ദിവസം ഇങ്ങനെ കഴിയാം. അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളെക്കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് വായിക്കാം. പരലോകം ഖുർആനിൽ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.